ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടർക്കി കോഴിയെ പറ്റിയാണ്. ടർക്കി കോഴി ഒരു വലിയ പക്ഷിയാണ്. ഫാസീനയുടെ കുടുംബത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. ടർക്കി കോഴിയെ ആദ്യമൊക്കെ ഉത്തര അമേരിക്കയിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ. പിന്നീട് ഈ വലിയ പക്ഷിയെ ലോകമെമ്പാടും വളർത്തപ്പെടാൻ തുടങ്ങി. ടർക്കി കോഴിയുടെ ശാസ്ത്രനാമം മിലഗ്രീസ് ഗലോപോവ എന്നാണ്. ഇവയുടെ വലിപ്പം സാധാരണയായി കണ്ടുവരുന്നത് 5 കിലോ മുതൽ 11 കിലോ വരെ ഭാരമുള്ളവയാണ്. ഇവയുടെ ശരീരത്തിന് നീളമുള്ള കഴുത്ത്, ചുവപ്പൻ തുലിക്കഴുത്തിന് ചുറ്റും കാണാം. വലിപ്പം കൂടിയ ശരീരവുമാണ്. ഇവയുടെ ആവാസം വനപ്രദേശങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും ഇവ ജീവിക്കുന്നു. ഇവയുടെ ഭക്ഷണരീതി ധാന്യങ്ങൾ, വിത്തുകൾ, കീടങ്ങൾ, ചെറുജീവികൾ മുതലായവയാണ്. ടർക്കി കോഴികളിൽ പെൺപക്ഷി സാധാരണയായി നിലത്താണ് കൂടുണ്ടാക്കുന്നത്. ഇവ 8 തൊട്ട് 15 മുട്ടകൾ വരെ ഇടാറുണ്ട്. ഇവയുടെ മുട്ട വിരിയാനായി 28 ദിവസത്തോളം എടുക്കാറുണ്ട്. ടർക്കി കോഴികളിലെ ആൺപക്ഷി ഗോബിൾ എന്നൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കാറുണ്ട്. അതാണ് ഈ പക്ഷിയുടെ പ്രത്യേകത. പ്രത്യേകിച്ച് ഉത്സവങ്ങളിൽ ഇവയുടെ ഇറച്ചിയും മുട്ടയും മനുഷ്യർ ആഹാരത്തിനായി ഉപയോഗിക്കുന്നു. ഈ പക്ഷികളിൽ ആൺപക്ഷികൾക്കായിരിക്കും വലിപ്പമേറിയത്. ആൺപക്ഷികൾക്ക് ശരീരത്തിൽ തിളങ്ങുന്ന വെങ്കല, പച്ച നിറങ്ങൾ കാണാൻ കഴിയും. കഴുത്തിന് ചുറ്റും ചുവന്ന തൊലിത്തണ്ടുകൾ കാണപ്പെടുന്നു. വാലിൽ മനോഹരമായ വലിയ ഇലകൾ പോലുള്ള തൂവലുകൾ വിരിച്ച് കാണിക്കാറുണ്ട്. ഈ പക്ഷികൾ സർവ്വഭോജികളാണ്. വിത്തുകൾ, കുരു, പഴങ്ങൾ, ചെറുപാമ്പുകൾ, ചെറുജീവികൾ, കീടങ്ങൾ എന്നിവയെ ഭക്ഷിക്കാറുണ്ട്. ഇവ വലിയ കൂട്ടങ്ങളായി ജീവിക്കുന്നു. ഇവയ്ക്ക് പറക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ ചെറിയ ദൂരം മാത്രമാണ്. സാധാരണയായി അരകളിൽ ഇരിക്കാനാണ് പറക്കാറുള്ളത്. നല്ല ഓട്ടക്കാരാണ് ഈ പക്ഷികൾ. മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ ഓടാൻ ഇവർക്ക് കഴിയും. പ്രജനന കാലത്ത് ആൺപക്ഷികൾ പെൺപക്ഷികളെ ആകർഷിക്കാൻ വാൽ വിരിച്ച് സ്റ്റഡ് നൃത്തം ചെയ്യുന്നു. വന്യ ടർക്കി കോഴികൾ സാധാരണയായി 10 തൊട്ട് 12 വർഷം വരെ ജീവിക്കാറുണ്ട്. വളർത്ത ടർക്കി കോഴികൾ വലുതും കൊഴുപ്പുമേറിയ ശരീരത്തോടു കൂടിയവയുമായിരിക്കും. കൂടുതലും വെളുത്ത നിറമുള്ളതായിരിക്കും. സാധാരണയായി ഈ കൊഴുപ്പേറിയ ശരീരം കൊണ്ട് ഭാരമുള്ളതിനാൽ പറക്കാൻ കഴിയില്ല. ഭാരം കൂടിയതിനാൽ വേഗത്തിൽ ഓടാൻ കഴിയില്ല. ഇവയെ വളർത്തിക്കൊണ്ടുവരാൻ ധാന്യങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ, കൃഷിത്തീറ്റ മുതലായവ കൊടുക്കാറുണ്ട്. മനുഷ്യരുടെ നിയന്ത്രണത്തിലുള്ള പ്രജനനമായി ഇരിക്കും. വളർത്തുമ്പോൾ ഇവ 2 മുതൽ 5 വർഷം വരെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ വന്യ ടർക്കി സ്വതന്ത്രവും സജീവവുമായ പക്ഷിയാണ്. വളർത്ത ടർക്കി മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രധാനമായും ഇറച്ചി, മുട്ട എന്നിവയ്ക്ക് വേണ്ടി വളർത്തുന്ന പക്ഷിയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.